നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ചിട്ട് നൽകിയതായ നമ്മുടെ കണ്ണുകൊണ്ട് ലോക മുസ്ലിങ്ങൾ കണ്ട മനുഷ്യരാശി കണ്ടതായ ആ മഹാശ്രേഷ്ഠതകളും ആ മഹാബഹുമതികളും ആ മഹാബഹുമാനങ്ങളുമാണ്. പലയിടങ്ങളിലും റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി പാടുപെട്ടപ്പോൾ അവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതകരമാം വിധം രക്ഷപ്പെടാൻ സാധിച്ചു. എന്ത് കാരണത്താൽ? അവരുടെ ആ സമീപനത്തിലൂടെ, അവരുടെ ആ പഞ്ചുരിയിലൂടെ. റസൂലുള്ളാഹി മസ്ജിദുൻ നബവിയിൽ നിന്നിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു അറാബി വന്നിട്ട് ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ വലിച്ച് റസൂലുള്ളാഹിന്റെ മീതെയുള്ളതായ ആ മേത്തട്ടം വലിച്ചപ്പോൾ അത് കുറച്ച് കരിമ്പടം പോലത്തെ കട്ടിയുള്ളതായിരുന്നു. റസൂലുള്ളാഹിന്റെ ആ സുന്ദരമായ ആ മാർദ്ദവ ദേഹത്തിൽ അടയാളമുണ്ടാക്കി എന്നതാണ് റിപ്പോർട്ടകൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച്. എന്നിട്ട് അല്ലാഹു നിനക്ക് തന്നത് എനിക്ക് തരണം എന്ന് രൂപത്തിൽ സംസാരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബേക്കോട്ട് നോക്കി പുഞ്ചിരി തൂങ്ങി. എന്നിട്ട് ഉസാമയോടോ കൂടെയുള്ള ആളോട് പറഞ്ഞു, എന്താണ് വീട്ടിലുള്ളത് കൊടുത്തേക്ക് എന്ന്. അവിടെ ഒരു നിലക്കും അവരോട് കോപിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തില്ല. അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞിട്ട് 3 ദിവസം എല്ലായിടങ്ങളിലും യുദ്ധം കഴിഞ്ഞാൽ വിശ്രമിക്കും. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ സ്വഭാവം. പ്രത്യേകിച്ച് യുദ്ധത്തിൽ 99.4% വിജയിക്കലാണല്ലോ. പരീക്ഷിക്കാൻ വേണ്ടി മാത്രം 1-2 തവണ മധ്യത്തിൽ പരീക്ഷണമുണ്ടായി. ആ പരീക്ഷണം ഉഹദിലുണ്ടായി, ആ പരീക്ഷണം ഹുനൈനിലുണ്ടായി. എല്ലാ സമയത്തിലെല്ലാം എന്തായിരുന്നു? റസൂലുള്ളാഹിന്റെ യുദ്ധങ്ങൾ ശരിക്കും പരിപൂർണ വിജയത്തിലാണ്. വിജയം കഴിഞ്ഞാൽ വിജയം കൊണ്ടാടാൻ വേണ്ടി ഒരു 3 ദിവസം അവിടെ എന്ത് ചെയ്യും? അവിടെ ക്യാമ്പടിക്കും. ആ ക്യാമ്പടിക്കുന്ന ഏതോ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിയുടെ കൂടെയുള്ള വാട് നിലത്ത് വെച്ചിരിക്കുകയാണ്. ആ വാളെടുത്തിട്ട് ഒരു ശത്രു കയ്യിൽ ഏന്തി എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നിന്നെ ആരാ എന്നിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തുക? ഞാൻ എന്റെ കയ്യിലാണ് ഇപ്പോൾ വാള്, നിങ്ങളാണെങ്കിൽ നിരായുധരാണ്. ഇപ്പോൾ എന്നെ കൊണ്ട് എന്ത് കാട്ടാൻ സാധിക്കും? റസൂൽ കടക്കുകയാണ്, വിശദിക്കുകയാണ്. വെട്ടാണെങ്കിൽ വെട്ടുകയും ചെയ്യാമെന്ന അർത്ഥത്തിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹ് പറഞ്ഞു. അള്ളയാണ് രക്ഷപ്പെടുത്തുക. എന്നെ മുർസലായ റസൂലായി നിയോഗിച്ച അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. അയാൾ വിറച്ചിട്ട് വാള് താഴെ വീണു. കൈ വിറച്ചിട്ട് വാള് താഴെ വീണു. വെറും രസത്തിന് വേണ്ടി മാത്രം ചില റിപ്പോർട്ടുകളിൽ കാണുന്ന ആ വാൾ റസൂൽ എടുത്തിട്ട്, ഇപ്പോൾ എന്നെ തൊട്ട് നിന്നെ ആരാ രക്ഷിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ നല്ല സമീപനം, നിങ്ങളുടെ ആ മാഫ് അല്ലാതെ വേറൊന്നും എനിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ കാണുന്നു അതിന്റെ സിഹത്തിനെ കുറിച്ച് ചർച്ചയുമുണ്ട്. അദ്ദേഹം മുസ്ലിമായി. പക്ഷേ നിങ്ങൾ ഈ കേൾക്കുന്ന ബുഖാരിയിലേക്കുള്ള ഭാഗമാണ്, സഹിഹ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സുന്ദരമായ ആ ആകർഷണീയമായ സമീപനത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൗമിനോട് പോയിട്ട് അദ്ദേഹം വാർത്ത പറഞ്ഞു എന്നാണ്. ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടു, അത്ഭുതം, മനുഷ്യൻ. അദ്ദേഹം കൊല്ലാനുള്ള ചാൻസ് കിട്ടിയിട്ട് പോലും എന്നെ കൊല്ലാതെ മാഫ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ അവരോട് പോയി പറയുകയും ചെയ്തു. പ്രത്യേക സംശയമേ ഇല്ല, അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ അവർക്കത് തസ്സീറുണ്ടാക്കി മാറ്റുകയും അത് ദഅവത്ത് രംഗത്തിൽ അതിൽ നേട്ടങ്ങൾ നേടാൻ, റസൂൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ അത് സഹായകമാവുകയും ചെയ്യും എന്നതിൽ സംശയമേ ഇല്ല.